കോൺഗ്രസ് നേതൃത്വമായി ഇനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാവില്ലെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ പറയുന്നു. വീടിന്റെ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു തരാമെന്ന് കോൺഗ്രസുമായി നടത്തിയ കരാറിൽ പറയുന്നുണ്ട്. കരാർ പ്രകാരം ഇനി ഒരു 5 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും പത്മജ 24നോട്. എനിക്ക് ഈ ഒരു പാർട്ടിയിൽ വിശ്വാസമില്ല. കാരണം ഇനി വിശ്വസിക്കാൻ പറ്റില്ല. അതിലൊരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഒരു കോംപ്രമൈസ് ടോക്കും ഒന്നുമില്ല. എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യമാണ് വീടിന്റെ പട്ടയം എടുത്തു തരും. പിന്നെ ഈ 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഇനി ക്യാഷ് ആയിട്ട് തരും എന്നുള്ളത്. അത്രേ തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 20 ലക്ഷം രൂപ ബിസിനസ്സിന് ഈ ഇന്ത്യൻ കോൺഗ്രസ് തന്നിട്ടില്ല. ഞാൻ ബിസിനസ് തുടങ്ങിയത് PMEGP ലോൺ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ആർക്കും എവിടെ വേണമെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യമാണ്. സണ്ണി ജോസഫ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു കരാറേ ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പൊ സിദ്ദീഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കിയെന്ന്. ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. KPCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് കരാർ ഇല്ലെന്ന് പറഞ്ഞതെന്ന് അറിയില്ലെന്ന് NM വിജയന്റെ മകൻ NM വിജേഷും പറഞ്ഞു. അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഒന്ന് ഈ വീട് വെക്കുന്ന സ്ഥലം, പിന്നെ ഒരു ഹൈല്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതിൽ ലോൺ ഉണ്ടായിരുന്നു, അത് തീർത്ത് തരും, പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. സംഭവം കടം അതുകൊണ്ടൊന്നും തീരില്ല. 20 തന്നു. അതും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തന്നത്. കരാർ വെച്ചത് കൽപ്പറ്റയുള്ള വക്കീലും മുഖേനയാണ്. അപ്പം കരാറിൻ്റെ കോപ്പിയും തന്നിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടായപ്പം ഞങ്ങൾ ഒരു ദിവസം വക്കീലിൻ്റെ അടുത്ത് ചെന്നു. ചോദിച്ചപ്പോഴാണ് വക്കീൽ പറഞ്ഞത് കരാർ MLA വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഈ KPCC പ്രസിഡന്റ് പറയുന്നു ഇങ്ങനെ ഒരു കരാർ നിലനിൽക്കുന്നില്ല. അതെനിക്കറിയില്ല. അപ്പം അവർക്കൊക്കെ എന്തും പറയാലോ, നമുക്കാണല്ലോ ഇപ്പം പറയുന്നതിൽ വ്യത്യാസമുള്ളത്. സുർജിത്ത ഇപ്പോൾ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് വീണ്ടും ചേരുന്നു. സുർജിത്ത, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. SKN ഈ NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കോൺഗ്രസിനെ അലട്ടുകയാണ്. സ്വാഭാവികമായി അത് വിവാദങ്ങളായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം ഇനി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് NM വിജയന്റെ മരുമകളായിട്ടുള്ള പത്മജ ഇന്ന് രാവിലെയും വ്യക്തമാക്കിയ കാര്യം. ഇനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് അവർ ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കരാർ പ്രകാരം ഇനി ബാക്കി 5 ലക്ഷം രൂപ നൽകാനുണ്ട്. വീടിൻ്റെ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും പത്മജ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. ആ ബിസിനസ് തുടങ്ങിയത് ഒരിക്കലും കോൺഗ്രസിൻ്റെ പണം ഉപയോഗിച്ചല്ല, കോൺഗ്രസിൻ്റെ പണം എടുത്തിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ് ഈ പത്മജ ചെയ്യുന്നത്. അതോടൊപ്പം ഈ KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞ അത്തരത്തിലൊരു കരാറേ ഇല്ല എന്നുള്ള തരത്തിലാണ്. പക്ഷേ സിദ്ദീഖ് പറയുന്നത് അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി പത്മജ നടത്തുന്നുണ്ട്. പത്മജയ്ക്കൊപ്പം ഈ പത്മജയുടെ ഭർത്താവായിട്ടുള്ള വിജേഷും ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചു. അത് പറഞ്ഞ കാര്യം ഇതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹവും ചെയ്തിട്ടുള്ളത്. ഈ കൽപ്പറ്റയിലുള്ള ഒരു വക്കീൽ മുഖാന്തരം ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാറിൻ്റെ കോപ്പി തങ്ങൾക്ക് നൽകിയില്ല. കോപ്പി സിദ്ദീഖ് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിരവധി തവണ ഫോൺ വിളിച്ചിട്ടും സിദ്ദീഖ് എടുക്കാൻ തയ്യാറായില്ല. സിദ്ദീഖിൻ്റെ സ്റ്റാഫും എടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ KPCC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് കരാർ ഇല്ല എന്ന് പറയുന്നത് അറിയില്ല. നേതാക്കൾ ആരും തന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. മുതിർന്ന നേതാക്കളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും NM വിജേഷ് പറയുന്നുണ്ട്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റികളിൽ നിന്ന് പോലും ഈ വായ്പ തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഫോൺ വിളിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപമായി വിജേഷ് ഉന്നയിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ ഇന്നുമുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ, ഇവിടെ ഒരു ആത്മഹത്യ ശ്രമം നടക്കുന്ന അവസ്ഥ. എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇവർ മണ്ഡലത്തിൽ ഉണ്ടായിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുടെ ഇടപെടൽ നടത്താൻ സ്ഥലം MP കൂടിയായ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണം ഉയർത്തി BJPയും CPIM രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.